ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ഈ ഏതോ ഒരു വെള്ളത്തിൽ പോയി ഏത് കുളത്തിൽ പോയി വീഴുന്നതാണ് കണ്ടത്. അതിൻ്റെ ബാക്കി കഥയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കുളത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അത് മെഗാതാപ്പിൽ കൂടെ ചാടിപ്പോവാം ഇത്തവണ. കണ്ടോ, മെഗാതാപ്പിൽ കൂടെ ചാടിപ്പോവാണെങ്കിൽ നമുക്ക് വേഗം വീട്ടിലെത്താം. ഓക്കെ, പിന്നെ നമ്മൾ ഷിൻചാനെയും പിഞ്ചാനെയൊക്കെ കണ്ടിട്ട് നേരായി. ഈ നമ്മൾ ഗോസ്റ്റ് റൈഡർ ബൈക്ക് എന്ന് പോലീസുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടൊന്നുമില്ല. പോലീസുകാർ മണ്ടന്മാരായിരുന്നു. പിന്നെ നമ്മൾ ഇന്നൊരു വീടൊക്കെ വെച്ചായിരുന്നു. അതൊക്കെ ഒരു ഹോളോഗ്രാം ആയിരുന്നു. പോലീസുകാരൊക്കെ അത് യഥാർത്ഥമെന്ന് വിചാരിച്ച് അവിടെ ആൾക്കാരും പോലീസുകാരും ഒന്നും വന്നില്ല. അവരൊക്കെ മണ്ടന്മാർ. പക്ഷെ നമുക്ക് അതിലൂടെ പോകാൻ പറ്റുന്ന കാണുന്നില്ല. നമ്മളൊരു നമ്മുടെ അയൺമാൻ്റെ എന്നൊക്കെയാണ് സാധനം വെച്ചത്. പക്ഷെ നമ്മുടെ അയൺമാൻ ഇപ്പോൾ മരിച്ചു പോയി, പാവം. ഇൻഫിനിറ്റി സ്നാപ്പ് ചെയ്ത് എല്ലാവരെയും രക്ഷിച്ചില്ലേ. ഷിൻചാനെ എവിടെടാ? നിങ്ങളും പോയി, നിങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റിയല്ലോ. ഓക്കെ ഷിൻചാനെ, എൻ്റെ ബാഗ് വരെ ഞാൻ മാറ്റി. അവർ സംശയിക്കാതില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഓക്കെ, ഞാൻ പിന്നെ ഇത്തവണ എല്ലാ കാര്യവും തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നത്. ഇത്തവണ ഒരുപാട് പൈസയുണ്ട്. നമുക്ക് ഇത്തവണ 2 ആഴ്ചത്തേക്കുള്ള പൈസ ഷിൻചാൻ നമ്മുടെ കയ്യിലുണ്ട്. എന്ത് 2 ആഴ്ചത്തേക്കുള്ള പൈസയോ? പക്ഷേ എൻ്റെ കണക്കുകളനുസരിച്ച് 1 ആഴ്ച കൊണ്ട് നമുക്ക് തീരും. നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ ബിരിയാണി ഊണൊന്നും വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കുമല്ലോ. നമ്മൾ പുറത്തുനിന്നല്ലേ ആഹാരം വാങ്ങണത്. പുറത്തുനിന്നതിനായുള്ള വിലയൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ ഇതുമായിട്ട് അടിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് TV പോലും കാണാൻ പറ്റില്ല. ഫോണിൽ നെറ്റും കുറവാണ് ഒരുപാട്. അതുകൊണ്ട് ആ കോളും വഴിയൊക്കെ ഒരുപാട് പോകുന്നില്ല. ഇവിടെ ഒരു എന്തോ കോള് വരുന്നത്. രാഹുലാന്ന് തോന്നുന്നു. ഹലോ രാഹുൽ, ഫ്രാങ്ക്ലിനെ ഇന്നൊരു മത്സരമുണ്ട്. ആ റേസിൽ വിജയിക്കുന്നവർക്ക് 10 കോടി രൂപയാണ് സമ്മാനം. 10 കോടി രൂപ നിങ്ങൾക്ക് അത്യാവശ്യമല്ലേ? ഞാൻ ഇന്ന് റേസിൽ പങ്കെടുക്കുന്നില്ല. നീ റേസിൽ പങ്കെടുക്ക പോയി. ഷിൻചാനെ റേസ് എന്ത് റേസാ ഫ്രാങ്ക്ലിൻ ഭായി? എന്ത് ആഹാരം കഴിക്കുന്ന തീറ്റയാണോ? തീറ്റ മത്സരമല്ല, റേസ് എന്ന് പറഞ്ഞപ്പാ. ഞാൻ പോയി റേസിൽ പങ്കെടുത്ത് അതിലെല്ലാം വിന്നറാൻ പോവാ. റേസ് ഇപ്പം തുടങ്ങുമെന്നാണ് പറയുന്നത്. റേസിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പം വരും. അതൊരു ഹോളോഗ്രാമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇവിടെ നിന്ന് അടിച്ച് നല്ല വീഴായിരുന്നാൽ മതിയേ. നമ്മൾ ആവേശത്തിൽ മൊബൈലിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടി ഷിൻചാനെ ഞാൻ പോവുകയാണ് റേസിൽ. ഹോളോഗ്രാം ഇപ്പം വരും. നമ്മുടെ ഓക്കെ, നമ്മൾ ആ സാധനം വാങ്ങിച്ച് ഇവിടെയാണ് റേസ് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഹോളോഗ്രാം വരും. ഓക്കെ, ഈ ബട്ടൺ എന്തോ പുതിയ ആപ്ലിക്കേഷൻ ഓപ്പണാക്കി വന്നാ. ഇതെന്നാ പുതിയ കാറൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ കാർ കയറാൻ കഴിയുമോ? ഈ കാർ നമ്മുടെ അല്ലല്ലോ, തള്ളവരുടെ കാറാ. നമുക്ക് എന്നാലും ഈ സ്റ്റഡി ഗോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പോയി പങ്കെടുത്ത് ജയിക്കാം. റേസ് തുടങ്ങി. ഓക്കെ, ആ കാർ എന്തൊരു സ്പീഡിലാണ് പോണത്. നമ്മളതിനെ വെട്ടിക്കും. പിടിച്ചോ? അയ്യോ, നമ്മൾ ആ കാറിനെ ഇടിച്ചു തീർത്തു. ഈ പൈസ ചോദിച്ചാൽ നമുക്ക് ഇനി ആൾക്കാരെ കൊല്ലേണ്ട ആവശ്യമൊന്നും വരൂല. അയ്യോ, ഇച്ചിരി കൂടെ കട്ടിച്ച് പോകണമെന്ന് തോന്നുന്നത്. നമ്മൾ കട്ട സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, നമ്മുടെ വണ്ടി അവരൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ നോക്കാൻ വേണ്ടി തിരിഞ്ഞോട്ടെ. ഞാൻ അവരും വന്നു തന്നെയാണ്. ഇതെന്താണ് റാപ്പോ? ഇത്രയും വലിയ കോമ്പറ്റീഷനാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണത്. പോട്ടെ, ഞാൻ ഈ വരി പോവാം. അടുത്ത റാപ്പ്. ഈ റാപ്പ് എനിക്ക് ചാടണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് റാപ്പിൽ ഞാൻ ചാടി. എൻ്റെ കൂട്ടുകാരൻ രാഹുൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവായിരുന്നു? രാഹുൽ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും. പക്ഷെ രാഹുലിന് പനി പിടിച്ചത് നല്ല കാര്യം തന്നെ കേട്ടോ. രാഹുലിന് പനി പിടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക്
എനിക്ക് പിന്നെ രാഹുലിന് 10% ഷെയർ കൊടുക്കാൻ ഞാൻ 10% 5% ഞാൻ കൊടുക്കുള്ളൂ. 10 കോടിന്ന് അവന് പോയി ഒരു കോടി കൊടുക്കും. അതിൽ കൂടുതലൊന്നും ഞാൻ കൊടുക്കില്ല. അവൻ 5 കോടി കൊടുക്കാനാവും പറയണത്. പക്ഷെ എനിക്ക് പൈസയുടെ വളരെ വലിയ അത്യാവശ്യമുണ്ട്. എനിക്ക് പൈസ കൊണ്ട് ഇപ്പം തന്നെ നമ്മൾ മാസമായിട്ടൊക്കെയാണ് പോണത്. ഇപ്പം വഴി പോലും എനിക്ക് മനസ്സിലായില്ല. ഏത് വഴി ഏതൊക്കെ വഴിയിലോ ഞാൻ പോകുന്നുണ്ട്. ഞാൻ മത്സരത്തിൽ ജയിച്ച്. ഇത് വലിയ മത്സരമൊന്നുമല്ല, എന്നാലും സൂപ്പറായിട്ട് ജയിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കേടാ, ഞാൻ ജയിച്ചേ. ഓക്കെ, ഞാൻ ജയിച്ചിട്ടുണ്ട്. ഈ സന്തോഷത്തിൽ നമുക്ക് ഷിൻചാൻ്റെ അടുത്ത് പോകാം. അല്ലേ, ഇതെന്താണ് ഇത്? ഷിൻചാനാണോ അതോ വേറെ വല്ലതാണോ? ഷിൻചാന നീയാടാ? ഫ്രാങ്ക്ലിൻ ബായ്, എനിക്ക് ഇടിമിന്നലേറ്റ്. എടാ, ഈ ഷിൻചാൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഈ ഷിൻചാൻ ഇടിമിന്നലും കണ്ടടിച്ച്. അതുകൊണ്ട് ഷിൻചാൻ അതേ 1000 ഷിൻചാൻസായി മാറി. ഇവൻ കുളത്തിലും വരാൻ തുടങ്ങി. ഓക്കെ, ഷിൻചാന് കുളത്തിൽ നിന്ന് ഇറങ്ങാൻ പാടാ. അതുകൊണ്ട് ഞാൻ ഇവനെ കുളത്തിൽ തന്നെ ട്രാപ്പാക്കാം. ഓക്കെ, ഷിൻചാന് കുളത്തിൽ തന്നെ ട്രാപ്പാക്കിയിട്ടുണ്ട്. ഷിൻചാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പോട്ടെ. അയ്യോ, ഇതും കഴിഞ്ഞിട്ടില്ലേ? അയ്യോ, ചാടിക്കോ. അയ്യോ, ഓടറാ ഓട് ചനക്ക. എനിക്ക് തന്നെ കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പനാണ് ഷിൻചാനിന് കയറൂല. എല്ലാ ഷിൻചാനും ഇവിടെ കുടുങ്ങിപ്പോയി. അവരൊക്കെ ഇനി എങ്ങനെ കയറും? സോദര ഷിൻചാനെ, നിങ്ങളൊക്കെ ജീവനോടെ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. ചച്ച ഷിൻചാനെ, യഥാർത്ഥ ഷിൻചാനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഷിൻചാൻസിനൊന്നും പറ്റിയില്ലല്ലോ, പണിവിളാളി. ഇവിടെ ഷിൻചാൻ്റെ കുളത്തിൽ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് വരുന്നു. ഈ ഷിൻചാനൊന്നും പറ്റും തോന്നുന്നു. ഷിൻചാനെയോ കുളത്തിൽ ഒരുപാട് ഷിൻചാൻ, കുളത്തിലല്ല സ്വിമ്മിങ് പൂളിലൊക്കെ എല്ലാ ഷിൻചാനും ഒരുമിച്ച് ചാടി. ഇവരൊക്കെ എന്തോരം ഉണ്ടോ? അയ്യോ, ഓട് പെട്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയധികം ഷിൻചാൻസ്. ഷിൻചാൻ മാത്രമല്ല, പിഞ്ചാൻ എവിടെ പോയി? പിഞ്ചാനെ എവിടെ പോയടാ? എടാ പിഞ്ചാച്ചത് നീയല്ല, നിന്നെ പോലെ ആളല്ലടാ. ഷിൻചാനാണത് ഫുള്ളും. ഷിൻചാനും പിഞ്ചാനായിട്ടുള്ള വ്യത്യാസം എനിക്ക് മാത്രമേ ചെറിയ കഴിയുള്ളൂ. അതാണ് പ്രശ്നം. ഈ കുളം മൊത്തം പകുതി തന്നെ ഷിൻചാനാണ്. ഷിൻചാൻസൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പിഞ്ചാനായിരിക്കും എന്നാണ്. മനസ്സിലായത് ഷിൻചാനാണ്. ഫ്രാങ്ക്ലിൻ ബോയ്, നിങ്ങൾ നീന്തി വാ. എടാ പിഞ്ചാനെ, നീ കുളത്തിൽ ചാടിയാ? എടാ ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ കുളത്തിൽ ചാടിയിട്ടില്ല. ഇവിടെയാണോ ഷിൻചാനെ? പിഞ്ചാനെ ഓടടാ. എടാ അതേ ഷിൻചാനെ, നീ ഇതിനകത്ത് ഇറങ്ങി വരുന്ന പിടിച്ചോ. ഷിൻചാനെ പിടിച്ചോ. അയ്യോടാ ഷിൻചാനെ, ഞെടിക്കരുതടാ. അയ്യോ, രക്ഷിക്കടേ. ഷിൻചാനെ അറ്റാക്ക് ചെയ്യുന്നേ. അയ്യോ, രക്ഷിക്കടേ. ഈ ഷിൻചാൻ നമ്മളെ തീർക്കും ഉറപ്പാ. ഭഗവാനെ, ഇത്രയധികം ഷിൻചാൻസോ? ഇത്രയധികം ഷിൻചാനൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഫ്രാങ്ക്ലിൻ, ഷിൻചാനെ ഒറ്റ വഴി, എനിക്കിവിടെ പോകുമ്പോൾ ചെയ്യാനും വയ്യ. ഞാൻ ഓടുക. രക്ഷപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഷിൻചാൻ്റെ മോളിൽ നിന്നൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ ഷിൻചാൻ. ഷിൻചാനല്ല, പിഞ്ചാനാണോ? അതേ ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ പിഞ്ചാനാ. ഓക്കേടാ, എന്താണ് കാര്യം? ഇത്രയധികം പിഞ്ചാനെ ഇങ്ങോട്ട് വന്ന് നോക്കിക്കേടാ. ഇത് ഓരോ നിമിഷം കൂടുമ്പോൾ ഫ്രാങ്ക്ലിൻ ബോയ് ഇത് കൂടി വരും. ആണോ? ഇത് നിനക്കെങ്ങനെ അറിയാടാ? യുവമാരൊക്കെ എൻ്റെ അടുത്താണല്ലോ വരുന്നത്. എടാ അതേ, അവന്മാർ മോളിൽ കയറി വരുന്നു. അവന്മാർക്ക് മോളിൽ കയറാൻ ആഗ്രഹമുണ്ട് ഫ്രാങ്ക്ലിൻ ബോയ്. കാരണം നിങ്ങൾ ഫ്രാങ്ക്ലിൻ ബോയ്
ഇതൊക്കെ എന്താവോ ഈ ഷിൻചാൻ കാരണം എല്ലാ പ്രശ്നത്തിനും കാരണം യുവമാരൊക്കെ ഇങ്ങോട്ട് ഓടി വരുന്നു. ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ ഇവിടെ ഏതെങ്കിലും ബൈക്ക് മോഷ്ടിച്ചിട്ട് ഞാൻ പോവാടേ, രക്ഷിക്കണേ. ഷിൻചാനെ ഇത്രയധികം ഷിൻചാൻസ് ഞാൻ ഒരിക്കലും കാണും ഇഷ്ടമില്ല. ഓക്കെ, നമ്മൾ മിസൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഷിൻചാൻ എഴുതാത്ത ഷിൻചാൻ വേണ്ടോ, പേടിക്കണ്ട ഷിൻചാൻ. ഓക്കെ, എന്തെങ്കിലും ചെയ്യണം. പിഞ്ചാനെ നീ വീണ്ടും വിളിച്ചിരുന്നു. അതേ ഫാമിലി വിനേഷിക്കാൻ ഒരു വഴിയുള്ളൂ. ഞാൻ ഒരു മരുന്നുണ്ട്, ആ മരുന്ന് പോയി ഒരു സ്ഥലത്ത് പോയി എടുത്തോണ്ട് വരണം. അതെടുത്തോണ്ട് വന്നാൽ നമുക്ക് ഷിൻചാനെ ശരിയാക്കാൻ കഴിയും. എന്താ ഷിൻചാനെ ശരിയാക്കാൻ കഴിയുമോ? അത് ഷിൻചാനെ ശരിയാക്കാൻ പറ്റുന്നില്ല. അത് നമുക്ക് ടൈം ട്രാവൽ ചെയ്ത മിഷൻ കൊണ്ട് പുറകോട്ട് പോയിട്ട് നമുക്ക് ആ സ്ഥലത്ത് പോയിട്ട് ചെയ്യാം. അതിന് മുകളിലൊരു ഹെള്ളറുണ്ട്, ആ ഹെള്ളറിൽ പോകണം. ഓക്കെ ഷിൻചാനെ, ഞാൻ ഹെള്ളറിൽ പോകാം. ഷിൻചാനെ ഹെള്ളർ എവിടെയാണുള്ളത്? അത് മുകളിലാണ്. എന്ത് മുകളിലോ? ഇതാണോ ഹെക്കള? ഇതാണോ? ഇനി പേര് ഹെള്ളർ നല്ലടാ, ഹെക്കളെന്നാണ്. ഓക്കേടാ, ഞാൻ പോകാം. ഈ ഷിൻചാൻ കാരണം എൻ്റെ ജീവിതം പോവല്ല. അവിടെ പോയി ആ എയർപോർട്ടിൽ പോയി വല്ല ഹെലികോപ്റ്റർ പോയി എടുത്തുകൊണ്ട് വരാം. ഷിൻചാനെ ഞാൻ പോവാണ്. അല്ല പിഞ്ചാനെ ഞാൻ പോവാണടാ. ഫ്രാങ്ക്ലിൻ ബോയ് വേഗം തിരിച്ചു വരണം. ഓക്കെ ഷിൻചാനെ, ഞാൻ പോവുക. ഇവിടെ എന്തൊക്കെയാണോ ഇനിയുള്ളത്? അവിടുത്തെ ഒരു മിഷൻ പർവ്വതത്തേക്ക് വെച്ചിട്ട് തിരിച്ചു വരാനാണ് പിഞ്ചാൻ എന്നോട് പറഞ്ഞത്. അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടോ? അവിടെ ഒരു എമർജൻസി ഹെലികോപ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ പോയി, ഇവരാണോ ഇവിടുത്തെ ചാർജ്? ഷിൻചാനതൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ എൻ്റെ ഹെലികോപ്റ്ററിനൊന്നും പറ്റുന്നില്ല ഇവിടെ അറ്റാക്കില്ല. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇടിച്ച് പഞ്ചറാക്കണം. ഒരു മിഷൻ, കറങ്ങണ മിഷനാ, അതായിരിക്കും അവൻ പറഞ്ഞത്. ആ പിഞ്ചാൻ എന്തായാലും ഭയങ്കര ബുദ്ധിമാൻ തന്നെയാണ്. ഷിൻചാനെ കാട്ടി നല്ല ബുദ്ധിമാൻ പിഞ്ചാൻ തന്നെ. ഓക്കേടാ, നമ്മൾ ഈ മിഷനിലേക്ക് ഇറങ്ങി ചാടിയേക്കാം. ഓക്കേടാ, ഇത് പ്രവർത്തിപ്പിക്കാനാണ് ഷിൻചാൻ എന്നോട് പറഞ്ഞത്. പിഞ്ചാൻ പിടിച്ചോ പ്രവർത്തി. ഓക്കെ, ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഷിൻചാനെ, എടാ പിഞ്ചാനെ ഫോണ്ടല്ല. പിഞ്ചാനെ വിളിക്കാം. ഹലോ പിഞ്ചാനെ. പിഞ്ചാൻ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടാനാണ്. ചാടി എന്താ പറ്റുക? എന്താ പറ്റുന്നേ? എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ജീവനോടെ ഹെക്ലയോടെ പോയി. എല്ലാം എന്താ പറ്റിയേ? എടാ ഷിൻചാനെ പിഞ്ചാനെ എന്താ പറ്റിയേ? ഫ്രാങ്ക്ലിൻ ബോയ്, ഇവൻ നിങ്ങളെ ഹെക്ലയറിൻ്റെ മുകളിലേക്ക് വീണപ്പോൾ ഹെക്ലയറിലേക്ക് പോലീസ് വന്ന് പറഞ്ഞു അതിനകത്തുള്ള മിഷൻ പ്രവർത്തിച്ചുകൊണ്ട് ലോകത്തുള്ള ആൾക്കാരുടെ മ്യൂട്ടേറ്റ് ആണെന്ന് തോന്നുന്നു. എന്ത് മ്യൂട്ടേറ്റോ? എന്ത് മ്യൂട്ടേഷൻ? അവരുടെ DNA മ്യൂട്ടേഷൻ ആവുന്നതനുസരിച്ച് ഒരു പവർ കാരണം നിങ്ങൾ കാരണം തന്നെയാണ് ഈ പ്രശ്നങ്ങൾ. കാരണം നിങ്ങൾ ആൾക്കാരെ കൊന്നുകൊണ്ടു, അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ DNA മ്യൂട്ടേഷൻ ആവുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ കൊന്നത്. ആണോ? പിന്നെ നിങ്ങൾ വേറെ കാര്യമില്ല, നിങ്ങൾ ഈ ഷിൻചാൻ മ്യൂട്ടേറ്റായ ഷിൻചാനെ നിങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഷിൻചാൻ ഈ 1000-ഓളമായി മാറി. ഞാൻ വിചാരിച്ചത് അവന് ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് കാരണമല്ല, നിങ്ങളെ മുകളിൽ നിന്ന് വീണപ്പോൾ നിങ്ങളുടെ കൈ ഒടിഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങളുടെ DNA മ്യൂട്ടേഷൻ കാരണം അത് ശരിയായി. പിന്നെ എല്ലാ പ്രശ്നങ്ങളും പിന്നെ സോൾവ് ആവുകയും ചെയ്തു. ഹെക്ലയറിനെ പോലീസ് പൊട്ടിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് അവർ 10 കോടി മാത്രമല്ല, അവർ നിങ്ങൾക്ക് 1000 കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയ വീടും വാങ്ങണം. ഓക്കേടാ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ടവരെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റിൽ ഷിൻചാൻ എന്നും കൊടുത്തോ.